ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ ചിക്കൻ മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബിരിയാണിയേക്കാളും മന്തിയേക്കാളും ഒക്കെ വളരെ ടേസ്റ്റി ഉള്ളതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നൊരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ മജ്ബൂസ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് പട്ട, 1 ടീസ്പൂൺ ഗ്രാമ്പു, 2 ഏലയ്ക്ക, 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ 2 ബേ ലീവ്സും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് മൂടി ആ മിക്സിയുടെ ജാറിൽ തന്നെ മൂടി വെക്കാവുന്നതാണ്. കാര്യം അതിൻ്റെ മണമൊക്കെ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ബാസ്മതി അരി. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് അളന്നെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 പാത്രമാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇത് കുറച്ച് വെള്ളമൊഴിച്ച് അരമണിക്കൂർ വരെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ അതും ചെയ്ത് വെക്കുക. ഇനി അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളി ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഇതൊന്ന് തക്കാളി ഒന്ന് അരച്ച് ഈ ഒരു പാകത്തിന് തയ്യാറാക്കി വെക്കണം. ഇനി നമുക്ക് മജ്ബൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു, ഏലയ്ക്ക, തക്കോലം, പിന്നെ കുറച്ച് കുരുമുളകും പട്ടയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ബേ ലീവ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഹോൾ സ്പൈസസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, എന്നാലും ഒരുപാടല്ല, ഏകദേശം ഒരളവിന് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഗ്രാമ്പൂൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ആ എണ്ണയിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ ഒരുപാട് മസാലയുടെയും ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള ചെറുതായിട്ട് ആവുന്നതും ചെറുതായിട്ട് തന്നെ അരിയുക. ഞാനിവിടെ അരിഞ്ഞത് അത്ര ചെറുതായിട്ടില്ല. കുറച്ചുകൂടി ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാകത്തിന് സവാള വഴറ്റിയെടുക്കുക. സവാളയ്ക്ക് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അറബിക് മസാല 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഈ ഒരു മസാല തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഇവിടെ ചിക്കൻ ക്യൂബ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ക്യൂബ്സിൻ്റെ ഒരു പാക്കറ്റിൽ 2 ക്യൂബ്സ് ഉണ്ടാവും. അങ്ങനെ 2 ചിക്കൻ ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് നമ്മുടെ മസാലയിലേക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ആ തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. കാര്യം തക്കാളി നമ്മൾ പേസ്റ്റ് ആക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഈ മസാലയിലിട്ട് ചിക്കൻ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്കവർക്കും അറിയാം ഡ്രൈ ലെമൺ എന്താണെന്നുള്ളത്. ഹോൾ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഞാൻ പീസാക്കാതെ നേരിട്ട് ഫുൾ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1.5 കിലോ വെയിറ്റുള്ള ചിക്കനാണ്. അപ്പോൾ അതും കൂടെ ഈ മസാലയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കരുത്. ഈ ഒരു മസാലയിൽ കിടന്ന് ഈ ചിക്കൻ ആ ഒരു മസാലയിൽ ശരിക്കും ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ചിക്കൻ ഒന്ന് ഹാഫ് ബോയിൽഡ് ആക്കി എടുക്കണം ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് തന്നെ. അപ്പോൾ കാര്യം വെള്ളം നമ്മളിപ്പോഴേ ഒഴിച്ചാൽ ചിക്കനിൽ ആ മസാല ശരിക്ക് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മസാലയ്ക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്
ഇത് നമുക്ക് കുറച്ച് നേരം വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഫുൾ ചിക്കൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണമെങ്കിലും കുറച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ആ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സൈഡിലേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ മസാലയോട് കൂടി തന്നെ മറിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് ഫുൾ ചിക്കനായിട്ട് ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വലിയ പീസായിട്ട് ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഫുൾ ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ 2 ചട്ടകം കൊണ്ട് വേണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. കാര്യം വലിയ പീസല്ലേ, അപ്പോൾ അതുകൊണ്ട് 2 ചട്ടകം വെച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാല വീണ്ടും ആ ചിക്കന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ശരിക്കും ആ ചിക്കനിലേക്ക് ആ മസാലയും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ ചിലപ്പോൾ ചിക്കനിൽ ഉപ്പും എരിവൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. ഇനി ഇത് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ടോട്ടലി ഞാൻ ഒരു 10 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഒരുപാട് വേവിക്കേണ്ട, ഒരു ഹാഫ് ബോയിൽഡ് പാകം. ഇനി ഈ പാകത്തിന് നമുക്കിതിലേക്ക് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അരി അളന്നത് ഒരു പാത്രത്തിലാണ്. അപ്പോൾ ആ പാത്രത്തിൽ 1/4 പാത്രം അരി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അളവിൽ തന്നെ 1/4 പാത്രം 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 1/4 പാത്രം, അങ്ങനെ 2.25 കപ്പ് വെള്ളം. 1 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം എന്ന അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയാൽ നമ്മുടെ റൈസ് കുളമായി പോവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. 1 ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിനി മൂടി വെച്ച് നമുക്ക് ഈ ചിക്കൻ ശരിക്കും ഒന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളം ഒന്ന് തിളച്ച് ചിക്കൻ ഈ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട്. എന്നാലും ഒരുപാട് വേവിക്കരുത്. ജസ്റ്റ് ഒരു 75% ചിക്കൻ വേവിച്ചെടുക്കണം. ഇനി ഈ ചിക്കൻ ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഈ ഒരു പാകത്തിന് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് നേരത്തെ തന്നെ അരമണിക്കൂർ മുമ്പേ തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് അതിൽ വെള്ളം മാറ്റിയിട്ട് റൈസ് മാത്രമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് ആ ചിക്കൻ വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം ചിക്കൻ ഇതിൽ നിന്ന് മാറ്റാനായിട്ട്. അപ്പോൾ റൈസ് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മന്തിയും മജ്ബൂസും ഒക്കെ തയ്യാറാക്കുമ്പോൾ റൈസ് നമ്മൾ നല്ല നീളൻ അരി തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ സെല്ല റൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുള്ളൂ. ഇതേപോലെ റൈസ് മുഴുവനും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാര്യം നമ്മൾ ചോറിന് ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ വെള്ളത്തിൽ ഉപ്പ് നമ്മൾ അളവ് നോക്കുമ്പോൾ കുറച്ചൊന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. എന്നാലേ ആ ചോറിൽ ആ ഉപ്പ് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. ഹാഫ് ബോയിൽഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റൈസും മസാലയൊക്കെ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കും. അപ്പോൾ എന്നാലും ഒരുപാട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. കാര്യം നമ്മുടെ റൈസ് അരിയൊക്കെ പൊടിഞ്ഞു പോവും, ചോറ് പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുത്തി ഇളക്കരുത്. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ റൈസ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്കിതിലേക്ക് കുറച്ച് അറബിക് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ പൊടിച്ച് മിക്സിയുടെ ജാറിൽ എടുത്ത് വെച്ചിട്ടുള്ള അറബിക് മസാല 1/2 ടേബിൾ സ്പൂണും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുത്തി ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് ഈ മസാല ചേർക്കുമ്പോൾ ആ ഒരു ശരിക്കും ആ മസാലയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ മജ്ബൂസിന്. ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ആ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസിൽ നിന്ന് വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ ചിക്കൻ വെള്ളത്തിൽ ആ മസാലയിലിട്ട് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇത് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, 2 ചട്ടകം കൊണ്ട് പിടിച്ചിട്ട് വേണം ഇതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ല നിങ്ങൾ വലിയ പീസ് ചിക്കനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, സാധാരണ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോഴും എല്ലാ സൈഡ്സും 2 അപ്പുറം ഇപ്പുറം എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെയൊക്കെ ഒന്ന് സൈഡ് ആക്കി വെച്ചാൽ ശരിക്ക് ആ ഒരു ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഫുൾ ചിക്കൻ ഫ്രൈ ചെയ്തതിലും കോഴി നിറച്ച് പൊരിച്ചതുമൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് പോയി കാണുക. ഈ ഒരു പാകത്തിന് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് കോരി മാറ്റാം. ഇനി നമ്മുടെ മജ്ബൂസ് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ അറബിക് ചട്നിയുടെ റെസിപ്പി ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ വീഡിയോ കാണുക. പിന്നെ മയോണീസിൻ്റെ റെസിപ്പിയും നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ പോയി കാണുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.